Okay, അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോൺ അഫിനിറ്റിയിൽ നമുക്ക് 4 ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് സൈസ് ഓഫ് ദ ആറ്റം ആണ്. നമ്മൾ എടുക്കുന്ന ആറ്റത്തിൻ്റെ സൈസ്. ഓക്കെ, സൈസ് കൂടുന്ന സമയത്ത് ഇലക്ട്രോൺ അഫിനിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കുറയുന്നു എന്ന് പറയാൻ കാരണം നമ്മുടെ ന്യൂക്ലിയസ് സെൻറ്ററിലുണ്ട്. ആറ്റത്തിൻ്റെ സൈസ് ഇത്തിരി വലുതാണെന്ന് കരുതുക. ഇലക്ട്രോൺ പുറത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ നല്ലപോലെ അട്രാക്റ്റ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺ എളുപ്പത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇലക്ട്രോണിന് നല്ല എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോണിന് സൈസ് കൂടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസിലേക്കുള്ള അട്രാക്ഷൻ കുറയൂലേ? അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എന്തിൻ്റെ വാല്യൂ കുറയും? റിലീസ് ചെയ്യുന്ന എനർജിൻ്റെ അളവ് കുറയും. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ കുറയും. മനസ്സിലായല്ലോ കാര്യമല്ലേ? എന്ന് വെച്ചാൽ സൈസ് കൂടുന്ന സമയത്ത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. അതുവഴി ഇലക്ട്രോൺ അഫിനിറ്റി കുറയും. കാര്യം പിടി കിട്ടിയല്ലോ? ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്ന സമയത്ത് ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് അത് കൂടുമ്പോൾ എന്ത് കൂടും? ഇലക്ട്രോൺ അഫിനിറ്റി കൂടും. കാരണം എന്തായിരിക്കും? ഈ പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം വല്ലാതെ അങ്ങോട്ട് കൂടി, അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് വല്ലാതെ കൂടി. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇലക്ട്രോൺ നല്ലപോലെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും. നല്ല ഹൈ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ എന്ത് കൂടും? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ കൂടും. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കേസിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കേസിൽ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും ചെയ്യുക? കുറയായിരിക്കും ചെയ്യുക. ഓൾറെഡി ഇവന്മാർ സ്റ്റേബിൾ ആണ് എന്ന് വെച്ചാൽ P3 അല്ലെങ്കിൽ D5. ഓക്കെ, ഇനി P6 D10 ഇതൊക്കെ എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? അപ്പോൾ ഇവരിലേക്ക് നമ്മൾ വീണ്ടും ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക എന്ന് പറയുമ്പം ഇവരുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന കേസാണ്. അപ്പോൾ ഇവർക്ക് എന്തുണ്ടാവില്ല? താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ അവിടെ കുറയും. കാര്യം പിടി കിട്ടിയില്ലേ? സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷനാണ് ഒന്നെങ്കിൽ ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ ഫുൾ ഫിൽഡോ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. കാരണം ഇവർക്ക് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അൺസ്റ്റേബിൾ കണ്ടീഷനിലേക്കാണ് ഇവർ പോവുക. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്ത് വാല്യൂ കുറയും? എൻ്റെ വാല്യൂ കുറയും. അത് വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി 0 നമുക്ക് പറയാൻ പറ്റും, വളരെ കുറവായതുകൊണ്ട്. ഇനി ഫോർത്ത് ഫാക്ടർ ഉള്ളത് ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ഷീൽഡിംഗ് എഫക്റ്റ് കൂടുന്ന സമയത്ത് ഇലക്ട്രോൺ അഫിനിറ്റി കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തായിരുന്നു ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷീൽഡിംഗ് എഫക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ന്യൂക്ലിയർ ചാർജിനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള അല്ലെങ്കിൽ ആ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിലേക്കുള്ള ന്യൂക്ലിയർ ചാർജിൻ്റെ അട്രാക്ഷനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ കുറയ്ക്കുന്നുണ്ട്. ആര്? ഇന്നർ ഇലക്ട്രോൺസ്. സോ അത് നമ്മൾ വിളിച്ചിരുന്നത് എന്ത്? ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ആ ഷീൽഡിംഗ് എഫക്റ്റ് കൂടി എന്ന് പറയുമ്പം എന്താ അർത്ഥം? അവിടെ നമ്മുടെ ന്യൂക്ലിയർ ചാർജിന് പുറത്തുള്ള ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയൂലേ? അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? അപ്പം ഹൈ എനർജി റിലീസ് ചെയ്യപ്പെടുമോ? ഇല്ല. അപ്പോൾ എന്ത് കുറഞ്ഞു? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. അപ്പോൾ ഓർത്ത് വെക്കുക, സൈസിൻ്റെ കേസിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കേസിലും ഷീൽഡിംഗ് എഫക്റ്റിൻ്റെ കേസിലും ഒക്കെ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. സൈസ് കൂടുമ്പോൾ അഫിനിറ്റിൻ്റെ വാല്യൂ കുറയും. ഷീൽഡിംഗ് എഫക്റ്റ് കൂടുമ്പോൾ അഫിനിറ്റിൻ്റെ വാല്യൂ കുറയും. സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് കുറയും? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അപ്രോക്സിമേറ്റ്ലി 0 നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എപ്പോഴേ കൂടുള്ളൂ? ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ മാത്രമേ എന്ത് കൂടുള്ളൂ? നമ്മുടെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ള ട്രെൻഡ്സ് ആണ് നോക്കാനുള്ളത്. ഇലക്ട്രോൺ അഫിനിറ്റിയിലുള്ള ട്രെൻഡ് എങ്ങനെയാണ്? എലോങ് എ പീരിയഡ്, ഒരു പീരീഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്കറിയാം ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട് ഇല്ലേ? നമ്മൾ പറഞ്ഞ കാര്യമാണ്. അയോണൈസേഷൻ താല്പര്യം നമ്മൾ പറഞ്ഞ കാര്യമല്ലേ? എലോങ് എ പീരിയഡ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, സൈസ് കുറയുന്നുണ്ട്. അയോണൈസേഷൻ എന്താൽപ്പി കൂടുന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അയോണൈസേഷൻ എന്താൽപ്പിൻ്റെ അതേ ട്രെൻഡ് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺ അഫിനിറ്റിക്കുള്ള ട്രെൻഡും. എന്ന് വെച്ചാൽ എലോങ് എ പീരിയഡ്
എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ കൂടുകയാണ്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കൂടുന്നത് പറയാൻ കാരണം. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എലോങ് എ പീരീഡ് പോകുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജ് കൂടും, അല്ലെങ്കിൽ Z കൂടും. സെറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് ചെയ്യും? സൈസ് നല്ലപോലെ കുറഞ്ഞു വരും. കാരണം ന്യൂക്ലിയസ് നല്ലപോലെ എന്ത് ചെയ്യും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ആൾക്കാരെ പിടിച്ചു വലിക്കുമ്പോൾ സൈസ് നല്ലോണം ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ കുറഞ്ഞു വരും. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, സൈസ് കുറയുമ്പം ആര് കൂടും? ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വാല്യൂ കൂടും. സോ എലോങ് എ പീരിയഡ് എന്ത് കൂടുന്നു? ഇലക്ട്രോൺ അഫിനിറ്റി കൂടുന്നു. ഇനി ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിലോ, ഡൗൺ ദ ഗ്രൂപ്പ് നമുക്കറിയാം സൈസ് എന്ത് ചെയ്യാണ്? കൂടി വരില്ലേ? കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടി വരുവാണ്. സോ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വാല്യൂ കുറയും. ഓക്കെ, സൈസ് കൂടി വരുന്ന സമയത്ത് നമ്മളിവിടെ പറഞ്ഞ ഒരു കാര്യം എന്താ? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? സൈസ് കൂടുമ്പോൾ ഇത് കുറയും. ഓക്കെ, ഒന്ന് കൂടാൻ മറ്റേ കുറയൂലേ? നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ദ ആറ്റം. ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ആറ്റം. ഇവിടെ ആണെങ്കിലോ ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയർ ചാർജ് എന്നൊക്കെ പറഞ്ഞില്ലേ? രണ്ടും കൂടുകയാണെങ്കിൽ, ഇവിടെ ആണെങ്കിൽ ഒരാൾ കൂടിയ മറ്റേ ആൾ കുറയും എന്നുള്ള കോലത്തിലാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇപ്പോൾ സൈസിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഉൾപ്പെടുത്താം. ഷീൽഡിങ് എഫക്റ്റും കൂടൂലേ ഇവിടെ? ഇല്ലേ? അപ്പം എന്ത് നിലക്ക് നോക്കിക്കഴിഞ്ഞാലും എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത് ഡൗൺ ദ ഗ്രൂപ്പ്. എലോങ് എ പീരിയഡ് ആണെങ്കിൽ എന്ത് കൂടുന്നുണ്ട്? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറേഞ്ച് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് പീരിയഡ് ഇൻ ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി. സെക്കൻഡ് പീരീഡിലുള്ള എല്ലാ എലിമെൻറ്റുകളെയും എന്ത് ചെയ്യണം? നമുക്ക് ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ ഓർഡറിൽ എഴുതണം. അത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് പീരീഡ് എലിമെൻറ്റ്സ് ആരൊക്കെയാ? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് നിയോൺ. ഓക്കെ, ആറ്റോമിക് നമ്പർ എഴുതുകയാണെങ്കിൽ 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ ഓർഡറിൽ എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജനറൽ ട്രെൻഡ് ഓർമ്മ വരും അല്ലേ? എന്തായിരുന്നു നമ്മൾ ട്രെൻഡ് പറഞ്ഞത്? എലോങ് എ പീരിയഡ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം എന്തായിരുന്നു? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് എക്സ്പെക്റ്റഡ് ട്രെൻഡാണ്, എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനമാണ്. പക്ഷേ ഇൻ റിയാലിറ്റി അങ്ങനെയല്ല. എന്താ റിയാലിറ്റി നമുക്ക് നോക്കണ്ടേ? ഓക്കെ, റിയാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. റിയാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോഎഫിഷ്യൻ്റ് ആൾക്കാരുണ്ട്. ആരൊക്കെയായിരുന്നു? നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? ഇയാളുടെയാണെങ്കിൽ 1s2 2s1 എന്നാണ് വരിക, ലിഥിയം. ഇയാളാണെങ്കിലോ 1s2 2s2. ഇയാൾ 1s2 2s2 2p1 ആണ് അല്ലേ? ഇയാളാണെങ്കിലോ ഇയാൾ 2p2 ആണ് വരിക ലാസ്റ്റ്. ഇയാൾ 2p3 ആണ് വരിക. ഇവനോ? ഇവൻ 2p4 ആണ് വരിക. ഇയാൾ 2p5, ഇത് 2p6 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതി. പിന്നെ നമുക്കറിയാം ഈ നിയോൺ എന്ന് പറയുന്ന ആൾ ആരാടാ? ഇവൻ നോബിൾ ഗ്യാസ് ആണല്ലേ, അലസവാതകമാണ്. അപ്പോൾ അവൻ ഇലക്ട്രോൺ വാങ്ങാനും കൊടുക്കാനും വെച്ചുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കായിരിക്കും ഉണ്ടാവുക? നിയോണിനായിരിക്കില്ലേ? എന്താ കാരണം? നിയോൺ എന്ന് പറയുന്ന ആൾക്ക് ഇലക്ട്രോണിനെ കൊടുക്കാനും വാങ്ങാനും ഒന്നിനും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവനായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉണ്ടായിരിക്കുക. എന്നുവെച്ചാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0 എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഏറ്റവും കുറവാർക്കാ? ഓർഡർ ചെയ്യുന്ന സമയത്ത് നിയോണിനാണ് ഏറ്റവും കുറവ്. അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. നിയോണിന് ഏറ്റവും കുറവ്. ഇനി ആർക്കാന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ഇനി നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് കുറയുന്നുണ്ട്. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ? നമ്മൾ ആറ്റോമിക് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സൈസ് കുറയുകയാണെന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്കുള്ള എന്താ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നൈട്രജൻ എന്ന് പറയുന്ന ആളെയും ബെറിലിയം എന്ന് പറയുന്ന ആളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടു പേരും നോക്കുന്ന സമയത്ത് ഇവൻ ഫുൾഫിൽഡ് ഉള്ളതാണ്. 2s2 2 ആൾ, എസ്സിൽ 2 പേരുണ്ട്, 2s2
ഫുൾഫിൽഡ് കോൺഫിഗറേഷനാണ്. ഇവനാണെങ്കിലോ 2p3 എന്ന് വെച്ചാൽ പിയിൽ നമുക്കറിയാം മാക്സിമം 6 എണ്ണം പോകും. ഇവിടെ എത്ര എണ്ണം കൊണ്ടിട്ടുണ്ട്? 3 എണ്ണം ആയിട്ടുണ്ട്. ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ഉള്ള ആളല്ലേ. അപ്പോൾ ഇവന് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ഉള്ള ആളാണ്, ഇവൻ ഫുൾഫിൽഡ് സ്റ്റെബിലിറ്റി ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വാല്യൂ കുറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ നിയോൺ കഴിഞ്ഞാൽ അതിനേക്കാളിലും കുറവുള്ള ആളായിരിക്കും ആര്? നൈട്രജൻ എന്ന് പറയുന്ന ആൾ. നൈട്രജനേക്കാളിലും കുറവായിരിക്കും ആർക്ക്? ബെറിലിയത്തിന്. അതെന്താ അങ്ങനെ വന്നേ സാറേ? അതിപ്പം ഇവരുടെ ബെറിലിയം ഇവിടെ നൈട്രജൻ ആയിക്കൂടെ? കാരണം ഇവനും ഫുൾഫിൽഡും ഇവനും ഹാഫ് ഫീൽഡൊക്കെ ആണല്ലോ അല്ലേ? നമ്മൾ നോക്കിയാൽ എങ്ങനെയാ? ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ജനറൽ ട്രെൻഡ് എന്താ? അങ്ങോട്ട് പോകുമ്പോൾ സൈസ് കുറഞ്ഞ് വരുന്നുണ്ട്. സൈസ് കുറയുമ്പം ഓൾറെഡി എന്ത് കൂടേണ്ടതാണ്? ഇലക്ട്രോൺ അഫിനിറ്റി കൂടേണ്ടതാണ്. പക്ഷേ ആ കൂടുന്ന സംഭവം ഇവിടെ നിന്ന് കുറഞ്ഞു എന്ന് മാത്രം. ആ കുറഞ്ഞ എന്തുകൊണ്ടാ? ഇയാൾ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവനാണെങ്കിലോ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ഇവന് സൈസ് എന്താണ്? കൂടുതൽ തന്നെയാണ്. കാരണം നൈട്രജനേക്കാളിലും സൈസ് കൂടുതലാണ് ആർക്ക്? ബെറിലിയത്തിൽ. നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി ഇവിടെ നമ്മൾ ഈ വട്ടത്ത് പെടാത്ത ഇവരല്ലാത്ത ഓർഡറിൽ അങ്ങനെയായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ദെൻ ലിഥിയം, പിന്നെ ആർക്കുണ്ടാവുക? പിന്നെ ബോറോൺ, പിന്നെ ആരാ? പിന്നെ കാർബൺ, പിന്നെ ഓക്സിജൻ, പിന്നെ ഫ്ലൂറിൻ. കാര്യം പിടി കിട്ടിയോ? ഓക്കെ, അപ്പോൾ സെക്കൻഡ് പീരീഡ് എലമെൻറ്റുകളെ നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓർഡറാണ് നമ്മൾ എഴുതേണ്ടത്. ദിസ് ഇസ് ദ റിയൽ ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ദ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്. കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഒരു 4 ഫാക്ടേഴ്സ് നോക്കാം, 4 ഫാക്റ്റുകൾ നോക്കാം. ഏതാണ്? ഒന്ന്, ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഹയസ്റ്റ് ഫോർ ഹാലോജൻസ്. നമ്മൾ പറഞ്ഞിരുന്നു 17ാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഒന്നിനങ്ങോട്ട് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ നല്ലോണം എനർജി റിലീസ് ചെയ്യും. സോ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടാവുക. ഹയസ്റ്റ് ആർക്കായിരിക്കും? ഹാലോജൻസിനായിരിക്കും. ഗ്രൂപ്പ് 17 ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഒക്കെ കേട്ടോ. ദെൻ സെക്കൻഡ് വൺ, ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് 0 ഫോർ നോബിൾ ഗ്യാസസ്. നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. കാരണം അവർക്ക് ഇലക്ട്രോണിനെ വാങ്ങാൻ ഇഷ്ടമില്ല, അതിലേക്ക് ആഡ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമില്ല. സോ നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാം? നോബിൾ ഗ്യാസിൻ്റെ കേസിൽ അതിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആണെന്ന് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ബെറിലിയം ആൻഡ് നൈട്രജൻ ആർ ഓൾമോസ്റ്റ് 0, അല്ലെങ്കിൽ അത് വളരെ കുറവാണെന്ന് പറയാം. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നൈട്രജൻ്റെ കേസിൽ ഹാഫ് ഫീൽഡ് ആണ്, ബെറിലിയത്തിൻ്റെ കേസിൽ ഫുൾ ഫീൽഡ് ആണ്. സോ അവരെന്തായിരിക്കും? ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അവർക്കും ഈ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ നഷ്ടപ്പെടുത്താൻ ഇഷ്ടമുണ്ടാവുമോ? ഇഷ്ടമുണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ, ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹാലജൻസിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ഗ്രൂപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡൗൺ ദ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അഫിനിറ്റിൻ്റെ വാല്യൂ കുറയുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഫ്ലൂറിൻ, ദെൻ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ നമ്മൾ എടുക്കുന്ന സമയത്ത് താഴേക്ക് പോകുമ്പോൾ സൈസ് കൂടുതലല്ലേ ചെയ്യുന്നേ. അപ്പം എന്ത് ചെയ്യണം? ഇതിൻ്റെ വാല്യൂ കുറയണ്ടേ. അപ്പം ഈ ചങ്ങാതിക്കൽ ഏറ്റവും തോനെ വേണ്ടത് ആർക്ക്? ഫ്ലൂറിനല്ലേ? ഇതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നേ. താഴേക്ക് പോകുമ്പോൾ കുറഞ്ഞ് വരാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇയാൾക്ക്, പിന്നെ ഇയാൾക്ക്, പിന്നെ ഇയാൾക്ക്, ഇങ്ങനെയല്ല വേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഫ്ലൂറിനേക്കാളിലും ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വാല്യൂ ആർക്കാ കൂടുതൽ? ഈ ചങ്ങാതിക്കാണ് കൂടുതൽ. എന്താണ്ടാ ഇവൻ എന്തുകൊണ്ട് ഇത് കൂടി? കാരണം നമ്മുടെ ഫ്ലൂറിൻ എന്ന് പറയുന്ന ആൾക്ക് സൈസ് കുറവല്ലേ. നമുക്കറിയാം സൈസ് എപ്പോഴാണ് കൂടുക? താഴേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് കൂടി വരുന്നുണ്ട്. അപ്പം ഏറ്റവും ചെറുത് ഇയാൾ, പിന്നെ ഇയാൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ ഒരു ചെറിയ ആറ്റമായിട്ടുള്ള ഫ്ലൂറിൻ്റെ അകത്തേക്ക് 1 ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇതിലെന്തുണ്ടാവുന്നുണ്ട്? ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തുണ്ടാവുന്നുണ്ടടാ? ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു അൺസ്റ്റേബിൾ ഫാക്ടറാണ്. ഇവൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, എന്നാൽ ക്ലോറിൻ ആണെങ്കിലോ ഈ ഇലക്ട്രോൺ ഞാൻ ആഡ് ചെയ്യുന്നത് ക്ലോറിനിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്രത്തോളം പ്രശ്നമില്ല. കാരണം ഇവനേക്കാളും ഇതിൻ്റെ സൈസ് കൂടിയ ആളാണ് ക്ലോറിൻ. ഓക്കെ, അപ്പം എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഈ ചങ്ങാതിൻ്റെ കേസിൽ
പ്രത്യേകിച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ വരാനില്ല. ഇവൻ്റെ കേസിലോ ഒരു ഫാക്ടർ വരാനുണ്ട്. അതേതാ ഫാക്ടർ? സൈസ് കുറവാണ്. അപ്പോൾ എന്തുണ്ടാകും? ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാകും. ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. സോ ഇലക്ട്രോൺ അഫിനിറ്റി ആർക്കാണ് കൂടുതൽ ഉണ്ടാവുക? ക്ലോറിനാണ് കൂടുതൽ ഉണ്ടാവുക. ആരെക്കാൾ? ഫ്ലൂറിനേക്കാൾ. ഓക്കെ, ഇതേ ട്രെൻഡ് നമുക്ക് എവിടെയും കിട്ടും. നമ്മൾ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതേ കാണാൻ പറ്റും. നമ്മുടെ ഓക്സിജനേക്കാളിലും കൂടുതൽ ആർക്കായിരിക്കും? സൾഫറിനായിരിക്കും. കാരണം ഇതേ കാരണം തന്നെ ഓക്സിജൻ ചെറിയ ആളാണ്. അപ്പോൾ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടായിരിക്കും 1 ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്. സോ ഇവിടെയാണെങ്കിലോ അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് സൾഫറിനായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ. ആരെക്കാൾ? ഓക്സിജനേക്കാൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോൺ അഫിനിറ്റിയിൽ പറയാനുള്ളത്.